വെൽക്കം ടു എജു പ്ലസ് CBSE ക്ലാസ് 10 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൻ്റെ MC ക്വിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ടേം എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. കാരണം ഈ ഒരു എക്സാമിലേക്ക് ഫസ്റ്റ് ടേമിലേക്ക് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഒരേ ഒരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് അതിന് മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്സ് ആണ്. സോ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ചാപ്റ്ററിലെ MCQs വളരെ തറോ ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് 10 മാർക്സ്. അതിനൊരു സംശയവും വേണ്ട. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും എത്ര എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഈ ഒരു MCQ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹു വാസ് ഫ്രെഡറിക് സോറിയോ? നിങ്ങൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പെയിൻറ്റിങ് കാണാം. ആ പെയിൻറ്റിങ് വരച്ചത് നമ്മുടെ ഫ്രെഡറിക് സോറിയോ ആണ്. ആൻഡ് ഇവിടെ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി ആണ്. ജർമ്മൻ ആർട്ടിസ്റ്റ് ആണോ, ഫ്രഞ്ച് ആണോ, ഡച്ച് ആണോ, ബ്രിട്ടീഷ് ആണോ? ഒരു ഡൗട്ടും വേണ്ട, വളരെ സിമ്പിളാണ്. ഹി ഈസ് എ ഫ്രഞ്ച് ആർട്ടിസ്റ്റ്. ഓക്കെ, നമുക്കറിയാം ഈ ഫ്രെഡറിക് സോറിയോ ആണ് ഐഡിയ ഓഫ് നാഷണലിസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫ്രഞ്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങും വളരെ പ്രശസ്തമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോറിയോസ് വിഷൻ ഓഫ് സൊസൈറ്റി ഈസ് കോൾഡ് ഡാഷ്. അതായത് ഫ്രെഡറിക് സോറിയോ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിനെ അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. ഒരു പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് റീഡ് ചെയ്തവർക്ക് ഇതറിയാൻ സാധിക്കും. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, യൂട്ടോപ്യൻ വിഷൻ. സോ കുട്ടികളെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് യൂട്ടോപ്യൻ വിഷൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ യൂട്ടോപ്യൻ ഒരു കാഴ്ചപ്പാട് എന്നാണ് അടുത്ത ചോദ്യം. എന്താണത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അദ്ദേഹത്തിൻ്റെ യൂട്ടോപ്യൻ വിഷൻ ഓഫ് സൊസൈറ്റി ശരിക്കും ഒരു അൺഇമാജിനബിൾ ആണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് നിലവിൽ കൊണ്ടുവരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അത് ഇറ്റ് ഈസ് അൺലൈക്ലി ടു എക്സിസ്റ്റ് ആണ്, നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല. സോ ആ ഫ്രെഡറിക് സോറിയോയുടെ കാഴ്ചപ്പാടിനെ പറയുന്നത് യൂട്ടോപ്യൻ വിഷൻ ഓഫ് സൊസൈറ്റി. എന്താണ് യൂട്ടോപ്യൻ വിഷൻ ഓഫ് സൊസൈറ്റി? എ സൊസൈറ്റി ദാറ്റ് ഈസ് അൺലൈക്ലി ടു എക്സിസ്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് ഡെഫിനിഷൻ ടു ഡിഫൈൻ ദ ടേം പ്ലെബിസൈറ്റ്. എന്താണ് പ്ലെബിസൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, അതൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ടേമാണ്. സോ എന്താണ് പ്ലെബിസൈറ്റ്? കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Plebiscite is a direct vote by which all the citizens of a region are asked to accept or reject a proposal. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഭരണഘടനയിൽ തിരുത്തൽ കൊണ്ടുവരുന്ന ഒരു വിഷയമാണെന്ന് കരുതാം. അപ്പോൾ ആ ഒരു ടൈമിൽ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഒരു സബ്ജക്റ്റിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി വോട്ടിടും. സോ ആ വോട്ടിങ്ങിൽ ആരാണ് പങ്കെടുക്കുന്നത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതായത് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഇലക്ടറേറ്റ് അല്ലെങ്കിൽ ഓൾ ദ സിറ്റിസൻസ്, എല്ലാ സിറ്റിസൻസും ഡയറക്റ്റ്ലി പോയി വോട്ട് ചെയ്യും ആ ഒരു വിഷയത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടി. സോ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ അറിയപ്പെടുന്ന പേരാണ് പ്ലെബിസൈറ്റ്. ഇറ്റ് ഇസ് എ ഡയറക്റ്റ് വോട്ട് ഓഫ് ഓൾ സിറ്റിസൻസ്. ഓക്കെ ദെൻ അടുത്ത ചോദ്യം എന്താണ് കുട്ടികളെ? ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഇസ് ഇൻ 1789, 1789. വളരെ എളുപ്പമാണ്. 1 ഉണ്ടെന്നറിയാലോ, 7, 8, 9 അടുപ്പിച്ചിട്ടുള്ള 3 നമ്പേഴ്സാണ്, 7, 8, 9. ഓക്കെ, എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ഈ ഒരു ഐഡിയ ഓഫ് നാഷണലിസം, ഞങ്ങൾ ഒറ്റ രാജ്യമാണ്, ഒരേ ദേശക്കാരാണ്, ആ ഒരു ചിന്താഗതി ആളുകളിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക, നാഷണലിസം എന്ന് പറയുന്ന ഐഡിയോളജി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് ഒരു സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലാണ്, 1789. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഫ്രാൻസ് അറ്റ് ദാറ്റ് ടൈം? 1789 മുന്നേ അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിൽ എന്തായിരുന്നു? അതിന് ശേഷമാണ് വിപ്ലവം നടന്ന് ഫ്രാൻസ് ഒരു ലിബറൽ സ്റ്റേറ്റായി, ഒരു നാഷണലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. സോ അതിന് മുന്നേ 1789 മുന്നേ ഫ്രാൻസിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് അണ്ടർ അബ്സല്യൂട്ട് മൊണാർക്കി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് എംഫസൈസ്ഡ് ദ നോഷൻ ഓഫ് എ യുണൈറ്റഡ് കമ്മ്യൂണിറ്റി എൻജോയിങ് ഈക്വൽ റൈറ്റ്സ് അണ്ടർ എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ക്വസ്റ്റ്യൻ?
അതായത് എന്താശയം ആണ് ഊന്നിപ്പറഞ്ഞത്, ഏതാശയം ഊന്നി പറഞ്ഞുകൊണ്ടാണ്, എംഫസൈസ് ചെയ്തിട്ടാണ് ജനങ്ങളെ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാ തുല്യതയും ഉറപ്പുവരുത്താൻ അവിടെ ഏത് ആശയമാണ് അവിടെ കൊണ്ടുവന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നാഷണലിസം ഐഡിയ കൊണ്ടുവരാൻ വേണ്ടി ഐഡിയ ഓഫ് ലാ പാട്രി ആൻഡ് ലേ സിറ്റോയൻ കേട്ടിട്ടില്ലേ? ദ ഐഡിയ ഓഫ് ഫാദർ ലാൻഡ് ആൻഡ് ദ സിറ്റിസൺ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നമ്മൾ ഭാരത് മാതാ എന്ന് പറയുന്ന പോലെ ഫ്രാൻസ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ രാജ്യമാണ്. ആൻഡ് വി ആർ ഓൾ ദ സിറ്റിസൺസ് ഓഫ് എ ഫ്രാൻസ്. അതാണ് ആ ഒരു ആശയമാണ് എംഫസൈസ് ചെയ്തത്. സോ എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ന്യൂ നെയിം ഓഫ് ദ എസ്റ്റേറ്റ് ജനറൽ? എസ്റ്റേറ്റ് ജനറലിനിട്ട പുതിയ പേരെന്തായിരുന്നു? ദാറ്റ് ഇസ് ഓപ്ഷൻ സി, നാഷണൽ അസംബ്ലി. ദെൻ ബൈ ഹൂം വാസ് ദ എസ്റ്റേറ്റ് ജനറൽ വാസ് ഇലക്റ്റഡ്? ആരാണ് ഈ എസ്റ്റേറ്റ് ജനറൽ അഥവാ നാഷണൽ അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടത്തുമ്പോൾ വോട്ട് ചെയ്യാൻ ആർക്കാണ് അധികാരം ഉള്ളത്? ആർക്കാണ്? ഓപ്ഷൻ ബി, ദ ആക്റ്റീവ് സിറ്റിസൺസ്. ഓക്കെ. 10th വൺ പറയുന്നത്, വാട്ട് ആക്ഷൻസ് വെർ നോട്ട് ടേക്കൺ ഇൻ ദ നെയിം ഓഫ് നേഷൻ ഡ്യൂറിങ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഇയാളെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ടൈമിൽ ആ ഒരു നേഷൻ എന്ന് പറയുന്ന ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് എന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇത്തരം നോട്ട്, ഇൻകറക്റ്റ് എന്ന് പോലുള്ള ടേംസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പെട്ടെന്ന് മിസ്സായിട്ട് ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരം കാര്യങ്ങളും കൂടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ നോക്കിക്കേ, ആർമി വാസ് ഫോംഡ് ആണോ? അതെ, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ആർമി ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ഹിംസ് വെയർ കമ്പോസ്ഡ്, ഓത്ത്സ് ടേക്കൺ, ദേശാഭിമാനികളുടെ വീരസ്മരണകൾ നടത്തുക, കസ്റ്റംസ് ഡ്യൂട്ടി അബോളിഷ് ചെയ്യുക, റെഗുലറായി മീറ്റിംഗ് നടത്തുക, ഇതെല്ലാം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ടൈമിൽ ആ ഒരു ഐഡിയ ഓഫ് നേഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഓപ്ഷൻ ബി, സോഷ്യൽ വർക്ക് വാസ് ഡൺ, വാസ് നോട്ട് ടേക്കൺ ഇൻ ദ നെയിം ഓഫ് നേഷൻ ഡ്യൂറിങ് ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ. സോ കുട്ടികളെ, നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ തന്നെ ഓരോന്നും ഇഴകീറി മുറിച്ച് നമ്മൾ വേർഡ് ബൈ വേർഡായിട്ട് MCQs ഇവിടെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തന്നെ അതിൻ്റെ എഫേർട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1789 ഫ്രഞ്ച് റെവല്യൂഷൻ. ആൻഡ് ഒരു നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്തത് ഫ്രഞ്ച് റെവല്യൂഷനിലൂടെയാണ്. ആൻഡ് അതിന് മുന്നേ അവിടെ അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നു. ആ ഒരു ദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എംഫസൈസ് ചെയ്ത ഒരു ഐഡിയോളജിയാണ് ലാ പാട്രി ആൻഡ് ലേ സിറ്റോയൻ എന്ന് പറയുന്നത്. ആൻഡ് അവരൊരു എസ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് മാറ്റി നാഷണൽ അസംബ്ലി എന്നാക്കി മാറ്റി. ആൻഡ് അതിൽ ഇലക്ട് ചെയ്യാൻ, ആ നാഷണൽ അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യാൻ ആർക്കാണ് അധികാരം? ആക്റ്റീവ് സിറ്റിസൻസിനാണ് അധികാരം. ആൻഡ് അവർ എന്ത് ചെയ്തു? ആർമി ഫോം ചെയ്തു. ആൻഡ് ഓത്ത്സ് എടുത്തു, ദേശാഭിമാനികളെ കൊമമറേറ്റ് ചെയ്തു, ടാക്സൊക്കെ അബോളിഷ് ചെയ്തു. ഫ്രഞ്ച് റെവല്യൂഷനിൽ ആ നാഷണലിസത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. സോ നമ്മൾ ആ ഒരു അത്രയും കാര്യങ്ങളെ നമ്മൾ വേർഡ് ബൈ വേർഡായിട്ട് MCQ പറഞ്ഞ് പോയിട്ടുണ്ട്. മിസ്സാക്കാതെ എല്ലാ കുട്ടികളും അത് നോക്കുക. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മിഷൻ ഡിഡ് ദ റെവല്യൂഷണറീസ് ഡിക്ലെയർ ആസ് ദ ഡെസ്റ്റിനി ടു ദ ഫ്രഞ്ച് പീപ്പിൾ? ഫ്രഞ്ച് ജനതയോട് റെവല്യൂഷണറീസ് എന്താണ് പറഞ്ഞത്? എന്താണ് തങ്ങളുടെ ദൗത്യം എന്നാണ് അവർ പറഞ്ഞത്? ഓപ്ഷൻ എ തന്നെയാണ്, ടു ലിബറേറ്റ് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ഫ്രം ഡെസ്പോട്ടിസം, ടു ഹെൽപ്പ് അതർ പീപ്പിൾ ഓഫ് യൂറോപ്പ് ടു ബിക്കം നേഷൻ. എന്താണ്? യൂറോപ്പിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും ഒരു നേഷൻ ആവാനായിട്ട് സഹായിക്കുക, ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറാനായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് സഹായിക്കുക എന്നുള്ള എയിമാണ് അല്ലെങ്കിൽ മിഷനാണ് അവിടെയുള്ള ഫ്രഞ്ച് പീപ്പിളിനോട് റെവല്യൂഷണറീസ് പറഞ്ഞത്. ഓക്കെ. ദെൻ ഫ്രാൻസിലോട്ട് ഒരു പുതിയ വ്യക്തി, ഒരു ഹീറോ കടന്നു വരികയാണ്. ദാറ്റ് ഈസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് റൂൾ വാസ് ക്യാരിഡ് ഔട്ട് ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് ദ നെപ്പോളിയൻസ് ടൈം? നെപ്പോളിയൻ്റെ തിരിച്ചുവരവ് ഫ്രാൻസിൽ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, മൊണാർക്കി. എന്താണോ ഫ്രാൻസിൽ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് നെപ്പോളിയൻ്റെ കോഡിനെ സംബന്ധിച്ചും. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് വാസ് എ സിവിൽ കോഡ് ഓഫ് 1804 ഓൾസോ നോൺ ആസ്? നെപ്പോളിയൻ്റെ കോഡാണ് സിവിൽ കോഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.
അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൊണാർക്കിയാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോഡ് അറിയപ്പെടുന്നത് നെപ്പോളിയൻ സിവിൽ കോഡ് എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1804. ഓക്കെ, 3 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുമായി റിലേറ്റ് ചെയ്തതാണ്. 14th one. വാട്ട് ഡിഡ് ദ സിവിൽ കോഡ് ഓഫ് 1804 ബ്രിങ് അബൌട്ട്? നെപ്പോളിയൻ്റെ 1804 കൊണ്ടുവന്ന നെപ്പോളിയൻ സിവിൽ കോഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് മുന്നോട്ട് വെച്ചത് ആ ഒരു സിവിൽ കോഡ് കൊണ്ട്? എന്താണ് മുന്നോട്ട് വെച്ചത്? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്. അതായത് ജന്മം കൊണ്ട് എന്തെല്ലാം പ്രിവിലേജസ്, എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം തന്നെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ഡിഡ് അവേ ഓൾ പ്രിവിലേജസ് ബേസ്ഡ് ഓൺ ദ ബർത്ത്. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിലെ എല്ലാവരെയും എന്താണ്? ഇക്വാളിറ്റി, എല്ലാവരും സമന്മാരാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ്. എല്ലാവർക്കും ഒരു പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ നെപ്പോളിയൻ്റെ സിവിൽ കോഡ്. അപ്പോൾ ഓർത്തിരിക്കുക, സിവിൽ കോഡ് നെപ്പോളിയാനിക് കോഡ് എന്നറിയപ്പെടുന്നു. 1804 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ജന്മം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ടോ അതെല്ലാം എടുത്തു കളഞ്ഞു. എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരായിട്ട് കാണുക എന്നുള്ള ഒരു ഐഡിയോളജി, അതാണ് നെപ്പോളിയാനിക് കോഡ് 1804. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് നെപ്പോളിയൻ ഡു ഇൻ ദ റൂറൽ ഏരിയാസ് ഓഫ് ദീസ് റീജിയൻ? അപ്പോൾ നെപ്പോളിയൻ്റെ കോഡ് കൊണ്ടുവന്നു, അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൻഡ് എന്താണ്? ഒരാളുടെ ബർത്ത് പ്രിവിലേജസ് എടുത്തു കളയുക, ഇക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ നെപ്പോളിയൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഉണ്ട്, അതായത് ഭരണ സംവിധാനങ്ങൾ, അതെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തു. അതുപോലെ ഫ്യൂഡൽ സിസ്റ്റം അബോളിഷ് ചെയ്യുക, ജന്മി വ്യവസ്ഥ ഇല്ലാതാക്കി. ഗ്രാമീണ മേഖലകളിൽ നിന്ന് ജന്മിമാരുടെ കീഴിൽ അടിമത്തം, സർഫ്ഡം അനുഭവിച്ചു പോകുന്ന പെസൻസിനെ, കർഷകരെ എല്ലാം എന്ത് ചെയ്തു? ഫ്രീ ആക്കി. ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഗ്രാമീണ മേഖലകളിൽ ചെയ്തത്. ഓക്കെ, ആ പോയിന്റ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഇതേ പാറ്റേണിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നെപ്പോളിയൻ ടൗണിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ രണ്ടും കൃത്യമായിട്ട് ഓർമ്മ വേണം. റൂറൽ ഏരിയാസിൽ കൊണ്ടുവന്ന ചേഞ്ചസ് എന്താണ്, അതുപോലെ ടൗൺ ഏരിയയിൽ കൊണ്ടുവന്ന ചേഞ്ചസ് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ടൗൺ ഏരിയാസിൽ നെപ്പോളിയൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു യൂണിയൻ ഫോം ചെയ്യാനുള്ള ഒരു അധികാരം ഫ്രാൻസിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഗിൽഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു? നെപ്പോളിയൻ എടുത്തു കളഞ്ഞു. അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും വളരെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ പുവർ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം ലെവൽ ഇൻക്രീസ് ചെയ്തു, ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ കർഷകർ, അതുപോലെ ആർട്ടിസൻസ്, തൊഴിലാളികൾ, പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകാർ, അവർക്കെല്ലാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുമുള്ള ഒരു ഫ്രീഡം കൊണ്ടുവന്നത് നെപ്പോളിയനാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ടൗണിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏത് ഓപ്ഷനാണ് റൈറ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കാരണം ഇവിടെ ഓപ്ഷൻ ബിയും കറക്റ്റാണ്. ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ സിയോ പെസൻസും ആർട്ടിസൻസിനും ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഓരോന്ന് തന്നിട്ട് ഓൾ ഓഫ് ദി അബവ് തരാം, അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ട് തന്നിട്ട് നൺ ഓഫ് ദി അബവ് തരാം. സോ നിങ്ങൾ നന്നായിട്ട് ചാപ്റ്റർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്താണ് അവിടെ ആക്ച്വലി നടന്നത് എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് മാർക്സും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ സ്കോർ ചെയ്യാം. മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഓരോരോ ഭാഗങ്ങളായിട്ട് അതിൽ നിന്ന് വരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മിക്സ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യുമ്പോഴും എളുപ്പം ഈ ഒരു രീതിയായിരിക്കും, ആ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എനിക്ക് പറയണം എന്നുണ്ട് എങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.